പെരുമ്പാവൂരിലെ മുൻ MLA എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനായിരുന്നു എൽദോസ് കുന്നപ്പള്ളി. ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാതിരുന്ന പോലും ഈ കേസിന്റെ പേരിലാണ്. പരാതിക്കാരി ഉൾപ്പെടെ 4 സാക്ഷികളും കൂറുമാറിയ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഷഫീദ് റാവുത്തർ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, കഴിഞ്ഞ ദിവസമാണ് ഈ പരാതിക്കാരി ഈ മൊഴി മാറ്റി എന്നുള്ള വിവരം പുറത്തു വന്നത്. അതിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, എൽദോസ് കുന്നപ്പള്ളി തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന മൊഴി, പുതിയ മൊഴി നൽകുകയും ചെയ്തിരുന്നു പരാതിക്കാരി. അതിന് പിന്നാലെ ഇപ്പോൾ ആ കേസിൽ നിന്നും മുൻ MLA കുറ്റവിമുക്തനാക്കി എന്ന വാർത്ത, ആക്കപ്പെട്ടു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. വിശദാംശങ്ങൾ. പ്രജനി, കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ് ഈ പെരുമ്പാവൂർ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള ബലാത്സംഗ കേസ്. ഈ കേസിന്റെ നടപടികൾ അത് നെയ്യാറ്റിൻകര അടച്ചിട്ട കോടതിയിൽ നടന്നു വരികയാണ്. അതിനിടയിലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അത് ഈ പരാതിക്കാരി ഉൾപ്പെടെ 4 സാക്ഷികൾ കൂറുമാറിയതായിരുന്നു. ഈ നെയ്യാറ്റിൻകര കോടതിയിലെ വിചാരണക്കിടെയാണ് എൽദോസ് പീഡിപ്പിച്ചിട്ടില്ലെന്ന പരാതിക്കാരി മൊഴി മാറ്റിയത്. ഇതിന് പിന്നാലെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് വേണ്ടി കേസ് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ കുറ്റവിമുക്തനാക്കി നെയ്യാറ്റിൻകര കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എൽദോസിനൊപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴിയും യുവതി മാറ്റിയിരുന്നു. 2022 സെപ്റ്റംബർ 28-നാണ് ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി തിരുവനന്തപുരത്ത് താമസിക്കുന്ന എറണാകുളം പറവൂർ സ്വദേശിനി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. പരാതി പിൻവലിക്കാൻ 30 ലക്ഷം രൂപ എൽദോസ് വാഗ്ദാനം ചെയ്യുന്നൊക്കെയുള്ള വലിയ വിവാദങ്ങൾ അന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കേസിന്റെ മറ്റു നടപടികൾ ഉണ്ടാകുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് തുടർ നടപടികൾ നടത്തിവരികയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അയോഗ്യതയായി ചൂണ്ടിക്കാണിച്ചത് ഈ കേസാണ്. ഇന്നിപ്പോൾ UDF വലിയ വിജയം നേടി അധികാരത്തിലെത്തുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയിൽ പുറത്തിറക്കേണ്ടി വന്നത് ഇതേ കേസിന്റെ പേരിലായിരുന്നു. പക്ഷേ ഇതിനകത്ത് അവസാന നിമിഷത്തിൽ ഒരു ട്വിസ്റ്റ്, ഇത്ര വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ട പരാതിക്കാരി ഉൾപ്പെടെ കൂറുമാറി എന്നുള്ളതാണ് അല്ലേ ഷഫീദ്? ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മൾ ഈ കേസിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതല്ല. കാരണം ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ടവർ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. മാത്രമല്ല പോലീസ് ചില ഫോൺ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചായിരുന്നു ഈ കേസിന്റെ അന്വേഷണം നടത്തുകയും പിന്നീട് അത് കുറ്റപത്രമാക്കി കോടതിയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ അവസാന നിമിഷം, അതായത് വിചാരണയുടെ അവസാന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പരാതിയിൽ അല്ലെങ്കിൽ ഈ യുവതി അവർ മൊഴി മാറ്റിയത്. അതിൽ അവർ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ അതും മാറ്റിയിട്ടുണ്ട്. ഒന്ന്, എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചിട്ടില്ല എന്ന രീതിയിലേക്ക് മൊഴി മാറ്റി. 2, എൽദോസിനൊപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴിയും യുവതി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി കുറ്റവിമുക്തനാണ് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ. ഏതായാലും നെയ്യാറ്റിൻകര കോടതിയുടേതാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയിൽ എന്ന പെരുമ്പാവൂരിലെ മുൻ MLA കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ട ബലാത്സംഗ കേസിൽ അതിൽ പരാതിക്കാർ ഉൾപ്പെടെയുള്ളവർ കൂറുമാറിയ സാഹചര്യത്തിലാണ് എൽദോസ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു വലിയ അയോഗ്യതയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥിയാകുന്നതിന് കൽപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളിയിൽ ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.